ഹലോ, ഇന്ന് രാവിലെ തന്നെ നല്ല ഫ്രഷ് ചീര കിട്ടി. അപ്പം നമുക്കിന്ന് ചീരക്കറി ആക്കിയാലോ? ചീരക്കറിയാക്കിയത് ആദ്യം ഒന്ന് കഴുകണേ. കഴുകാതെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ആദ്യം ഒന്ന് കഴുകി നോക്കാം കേട്ടോ. നല്ല ഫ്രഷ് ചീരയായിരുന്നു. ഇപ്പം പറിച്ചോടൊപ്പം നമുക്ക് കഴുകി എടുക്കാതെ വെള്ളത്തിനകത്ത് മുക്കി എടുത്ത് വേണം കഴുകാൻ. കുറേ പ്രാവശ്യം കഴുകിയാലേ അതിനകത്ത് മണ്ണും കല്ലൊക്കെ പോവുള്ളൂ. അതിങ്ങനെ മുക്കിയെടുത്തിട്ടൊന്നും കാര്യമില്ല. നന്നായിട്ടത് അതിൻ്റെ കെട്ടഴിച്ച് നന്നായി ഒന്ന് ഉരച്ചെടുക്കണേ. എന്നാലേ അത് വൃത്തിയാവത്തുള്ളൂ. നല്ലപോലെ അഴുക്കുണ്ടാവും അതിനകത്ത്. നല്ലപോലെ കഴുകിയെടുത്തിട്ട് വെള്ളം ഒന്ന് തോരാൻ വയ്ക്കാം. നമുക്ക് വെള്ളം തോർന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. വെള്ളം തോരാൻ വയ്ക്കുന്നുണ്ട്. നല്ല ചീരയാണ് കേട്ടോ, നല്ല ഫ്രഷ് ചീരയാണ്. വെള്ളം തോരാൻ വയ്ക്കാം. തോരാൻ വെച്ച് വെള്ളം കണ്ടില്ലേ, ഇതേണ്ട് ചീര കഴുകിയ വെള്ളമാണ്. ഇത്രയും അഴുക്കുള്ള ചീരയാണ്. നമുക്ക് ചീര കട്ട് ചെയ്യാൻ അങ്ങനെ എടുത്ത് കഴുകി കഴിഞ്ഞ് അങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് അങ്ങ് പോകുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും പറ്റത്തില്ലേ, അങ്ങനെ കട്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ ഈ ഓരോ ഇലയും പറക്കി മാറ്റി ഓരോ ഇലയും എടുത്ത് കുറേ സമയം എടുക്കും എനിക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും, നിനക്ക് ഒരു 2 മണിക്കൂർ വേണം ചീര വൃത്തിയാക്കാമെന്ന്. പക്ഷേ എനിക്ക് 2 മണിക്കൂർ തന്നെ വേണം. 2 മണിക്കൂർ വേണ്ട, പക്ഷെ എന്നാലും എനിക്കത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും. അപ്പം അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നോക്കി പെറുക്കിയെടുത്ത് അപ്പോൾ അതൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. പുള്ളി കുത്തുന്നതും അതുപോലെ ഇല അഴുക്കായൊക്കെ ഉണ്ടാവേ, എല്ലാം കൂടെ അങ്ങ് കട്ട് ചെയ്യുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പം ചീരയൊക്കെ കട്ട് ചെയ്ത് എൻ്റെ ഇത്രയും വേസ്റ്റ് ഉണ്ട്. ആരും ഞെട്ടി പോകുമൊന്നും വേണ്ട. അത് മൊത്തം പൊട്ട ഇലയാണേ. പൊട്ട ഇലയും അതിൻ്റെ വേരും തണ്ടും പുള്ളിക്കുത്ത് വീണതും എല്ലാമാണ്. അപ്പം ഞാനൊന്നും എടുക്കത്തില്ല. അപ്പം വേണ്ട, അതിന് കറി തോരനാണ് വെക്കുന്നത്. തോരനുള്ള ഉള്ളിയും മുളകും തേങ്ങ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് ഒന്നുകൂടെ കഴുകുന്നുണ്ടേ. ഒന്നുകൂടെ കഴുകാതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അത്. അപ്പം നമുക്ക് കറി വയ്ക്കാനായിട്ട് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്. എനിക്ക് ക്യാമറ നേരെ പിടിക്കാൻ പറ്റുന്നില്ലേ, ക്യാമറ രണ്ടും കൂടെ എനിക്ക് ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് ക്ഷമിക്കണേ. അപ്പം നമുക്കിതെല്ലാം കൂടെ അങ്ങ് തട്ടി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് നമുക്ക് പിന്നെ ഇത് കുറച്ചുകൂടെ ഉപ്പ് ചേർന്ന് കറിക്ക് തോരനും പിന്നെ ഉപ്പ് ചേർക്കും. അല്ല, ആദ്യം ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴഞ്ഞെടുത്തിട്ടുണ്ടേ. വഴഞ്ഞെടുത്ത് ചീര ഇട്ട് കൊടുക്കുക. ചീര കഴുകിയ ചീരയാണ്, അപ്പോൾ അതിൻ്റെ വെള്ളമുണ്ട്. നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കത്തില്ലല്ലോ. പാത്രം നിറഞ്ഞ്, ചെറിയ പാത്രമാണെന്ന് തോന്നുന്നു. ഇല്ല, അത് ആവി കയറിയൊക്കെ വരുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ചിലപ്പോൾ ആവി കയറുമ്പോൾ അത് പതുക്കെ താന്നങ്ങ് സെറ്റായിക്കോളും. അതുകൊണ്ട് സ്ഥലമില്ല, നമുക്ക് പാത്രം ചെറിയ പാത്രം എടുത്തെന്ന് തോന്നുന്നു, ഒട്ടും സ്ഥലമില്ല. അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വയ്ക്കാമേ. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് 2 ആവിയൊക്കെ എടുക്കുമ്പോഴത്തേന് ശരിയായിക്കോളും. ആ ചീര കഴുകിയ വെള്ളം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതെന്ത് ബ്ലഡാണോ? അത് ബീട്രൂട്ട് കഴുകിയ വെള്ളം. എല്ലാത്തിനകത്തും ഫുള്ളങ്ങ് കെമിക്കൽ. അതിൻ്റെ ചീര അത്യാവശ്യം അങ്ങ് താന്ന് വന്നിട്ടുണ്ട്. വെള്ളം ഒത്തിരി അത്യാവശ്യം നല്ലപോലെ വെള്ളമായിപ്പോയി. കഴുകിയ വെള്ളമേ നല്ലതുപോലെ അതൊന്ന് കുക്കാകട്ടെ. ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ഫ്ലോപ്പായിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ചീര റെഡി ആയിട്ടുണ്ട്. എന്താ ഫ്ലോപ്പായെന്നല്ലേ, ഇപ്പം കാണിച്ചു തരാം. പാത്രം ചെറുതായിട്ടൊന്ന് കരിഞ്ഞല്ല, ശരിക്കും ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു. ആ വെള്ളം കാണിച്ചെന്നില്ലേ, അത് ഞാൻ കുറച്ചങ്ങ് മാറുന്നപ്പോൾ തന്നെ അത് അടുക്കി പിടിക്കും. ഇനിയിപ്പോൾ ടേസ്റ്റൊക്കെ എന്താവും എന്നൊന്നും അറിയത്തില്ല. വലിയ കുഴപ്പമില്ലെന്ന് തോന്നും. ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു. ഞാൻ പിന്നെ അത് കാണിക്കാത്തതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.